അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിന്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 8ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. കനാൻ, അലി റളിയല്ലാഹു അൻഹു, ഹന്തമ, സജാഹ്, അസ്മാ റളിയല്ലാഹു അൻഹ. 5 ഇമാമുൽ ഹുദ, ബസ്വറ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഉലുൽ അസ്മുകളിൽ ആരാണ്? ഉലുൽ അസ്മുകൾ. അപ്പൊ ഉലുൽ അസ്മുകൾ എന്നുള്ളതിനോട് യോജിച്ചത് ആ ബ്രാക്കറ്റിലുള്ളത് ഏതാണ്? 5 എന്നുള്ളതാണ്. അപ്പം ഉലുൽ അസ്മുകൾ 5 എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, ഇസ്രായേൽ വംശത്തിന്റെ നാട് എവിടെയാണ്? കനാൻ. അപ്പൊ അവിടെ കനാൻ എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, 4 വർഷവും 9 മാസവും ഭരണം നടത്തി അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ആണ് 4 വർഷവും 9 മാസവും ഭരണം നടത്തിയത്. അപ്പൊ ആ ബ്രാക്കറ്റിൽ നിന്നും അലി റളിയല്ലാഹു അൻഹു എന്നുള്ളത് എടുത്തെഴുതുക. നാലാമത്തെ ചോദ്യം, സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ. അപ്പൊ അസ്മാ റളിയല്ലാഹു അൻഹ എന്ന ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക. അഞ്ചാമത്തത്, കള്ളപ്രവാചകൻ സജാഹ്. അപ്പൊ സജാഹ് എന്നുള്ളതാണ് 5ാമത്തതിനോട് യോജിച്ചത്. ഇനി 6ാമത്തത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഹന്തമ. അപ്പൊ അവിടെ ഹന്തമ എന്ന് എഴുതി കൊടുക്കുക. 7ാമത്തെ ചോദ്യം, ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹിയുടെ ജനനം എവിടെയാണ്? ബസ്വറ. അപ്പൊ ബസ്വറ എന്നുള്ളതാണ് 7ാമത്തതിനോട് യോജിച്ചത്. അത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക. 8ാമത്തതാണ് അവസാനത്തെ ചോദ്യം, ഇമാം അബു മൻസൂരിൽ മാതുരീദി അറിയപ്പെടുന്ന പേര്? ഇമാമുൽ ഹുദ. ഇമാമുൽ ഹുദ എന്ന പേരിലാണ് ഇമാം അബു മൻസൂരിൽ മാതുരീദി അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഇമാമുൽ ഹുദ എന്ന് എടുത്തെഴുതുക. രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനന സ്ഥലം. അപ്പോൾ ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനന സ്ഥലം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഫലസ്തീനിലെ അസ്സ. അപ്പൊ ഫലസ്തീനിലെ അസ്സ എന്ന സ്ഥലത്താണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? ജനിച്ചത്. ഇനി അടുത്തത്, രണ്ടാമത്തെ ചോദ്യം, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ആരാണ്? ഫാത്തിമ. അപ്പൊ അവിടെ ഫാത്തിമ എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ജനിച്ച ഹിജ്റ വർഷം? ഹിജ്റ 93. അപ്പൊ അവിടെ ഹിജ്റ 93 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നാലാമത്തത്, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷാൽ നാമം? അബു ഹനീഫ റളിയല്ലാഹുവിന്റെ സാക്ഷാൽ നാമം എന്താണ്? നുഅ്മാൻ. അപ്പൊ അവിടെ നുഅ്മാൻ എന്നുള്ളതാണ് ശരി. അപ്പൊ അതെന്താക്കുക? അവിടെ എഴുതി കൊടുക്കുക. അഞ്ചാമത്തത്, ബനു ഹാഷിമിലെ 1ാം ഖലീഫ? അലി റളിയല്ലാഹു അൻഹു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ബനു ഹാഷിമിലെ 1ാം ഖലീഫ. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് 2 വീതം എഴുതാം. അപ്പൊ താഴെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 2 വീതം ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. താബിഈ ഉലമാക്കളിൽ പ്രധാനികൾ? താബിഈ ഉലമാക്കളിൽ പ്രധാനികൾ. അപ്പൊ ഏതെങ്കിലും 2 എണ്ണമാണ് അവിടെ എഴുതാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കുറെ ആളുകളുടെ പേര് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹമ്മാദ് ബിൻ അബി സുലൈമാൻ, നാഫിഅ്, സലമത്ത് ബിൻ കുഹൈൽ, ആമിർ ശഅബി, ഇക്രിമ, അത്വാ, ഖതാദ, സുഹരി, യഹിയ ഇബ്നു സഈദ്, അബു ഇസ്ഹാഖ്. ഇവരൊക്കെയാണ് താബിഈ ഉലമാക്കളിൽ പ്രധാനികൾ. അപ്പൊ ഏതെങ്കിലും 2 ആളുകളുടെ പേര് മാത്രം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ? നാവിക സേന രൂപീകരിച്ചു, പോലീസ് സേന രൂപീകരിച്ചു, മുഅദ്ദിനുകൾക്ക് വേതനം, ഖുർആൻ പല കോപ്പികൾ, ജുമുഅ 1, പിന്നെ ജുമുഅ അതിലെ 1 ബാങ്ക്,
അപ്പൊ ഇതൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങളാണ്. ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിന്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിന്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ. ഒന്നാമത്തത് ഷാം നാടുകൾ, അടുത്തതോ ഈജിപ്ത്, ഫലസ്തീന്, തൊറാബൽസ്, ഖാദിസിയ, നെഹാവന്ത്, അതുപോലെ ഇസ്ബിഹാൻ, പേർഷ്യ, അന്താക്കിയ, ദിമഷ്ക്, തിക്രീത്ത്, മൊറോക്കോ, അദർബൈജാൻ, പിന്നെ സിജിസ്ഥാൻ, ജോർഡാൻ. അപ്പം ഈ പ്രദേശങ്ങളൊക്കെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിന്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ. ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എടുത്തെഴുതുക. നാലാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ ആരൊക്കെയായിരുന്നു? ഖുതൈലത്തു ബിൻത്ത് അബ്ദുൽ ഉസ്സ, ഉമ്മു റൂമാൻ ബിൻതു ആമിർ. അപ്പം ഇവരെയൊക്കെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തത്. അപ്പം അവിടെ അത് എഴുതി കൊടുക്കുക. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജ്റ വർഷം ഏത്? ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുള്ള ഹിജ്റ വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. 333 ഹിജ്റ 333 ഇമാം മാതുരിദി വഫാത്തായത്. ഇനി രണ്ടാമത്തത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനാസ നിസ്കാരത്തിൽ എത്ര പേർ പങ്കെടുത്തു? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിൽ എത്ര പേരായിരുന്നു പങ്കെടുത്തത്? ഉദ്ദേശം 8 ലക്ഷം പേർ. അപ്പൊ 8 ലക്ഷത്തോളം പേർ അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഉദ്ദേശം. മൂന്നാമത്തത്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ 4 മക്കൾ ആരെല്ലാം? മുഹമ്മദ്, ഹസൻ, ഫാത്തിമ, സൈനബ്. നാലാമത്തെ ചോദ്യം, ഇമാം അബു ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാണ്? ബഗ്ദാദിലെ മഖ്ബറത്തുൽ ഖൈസറാനിൽ. ഖൈസറാനിലാണ് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം എന്നായിരുന്നു? ഗോത്രം ഏതാണ്? അപ്പൊ ജനനം ക്രിസ്താബ്ദം 584, ഗോത്രം ഖുറൈശിലെ ബനു അദി. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ഭരണകാലം എഴുതാം എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം 2 വർഷം 3 മാസം. രണ്ടാമത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം 12 വർഷം. 3 ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം 10 വർഷം 6 മാസം 4 ദിവസം. ഇനി അടുത്തത് ആറാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഡാഷ് ഗോത്രത്തിലെ ഡാഷ് മകൻ മുഹമ്മദ് എന്നിവരുടെയും ഡാഷ് എന്നവരുടെയും മകനായി ഹിജ്റ ഡാഷിൽ ബഗ്ദാദിലായിരുന്നു ജനനം. അപ്പൊ അതൊക്കെ പൂരിപ്പിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷെയ്ബാൻ ഗോത്രത്തിലെ, ഹംബൽ മകൻ മുഹമ്മദ് എന്നിവരുടെയും സൊഫിയ എന്നിവരുടെയും മകനായി ഹിജ്റ 164 ബഗ്ദാദിലായിരുന്നു ജനനം എന്ന് വരും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.